നമസ്കാരം 12 മണി വാർത്തയിലേക്ക് സ്വാഗതം. വിചിത്രവാദങ്ങൾ ഉയർത്തി കേരളത്തിൽ രാഷ്ട്രപതി ഭരണം വേണമെന്ന RSS ആവശ്യത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. അരുൺ ജെയ്റ്റ്ലിക്ക് പിന്നാലെ RSS തലവൻ മോഹൻ ഭഗവതിനെയും കേരളത്തിലെത്തിച്ച് രാഷ്ട്രപതി ഭരണത്തിനായി സമ്മർദ്ദം ശക്തമാക്കാനാണ് നീക്കം. RSS നേതൃത്വത്തിൽ നടക്കുന്ന അക്രമങ്ങളെയും കൊലപാതകങ്ങളെയും അപലപിക്കാനും നേതൃത്വം തയ്യാറായില്ല. Thiruvananthapuram में हुआ है. That shows they are trying people. Number 2, targeted attacks. I have said in month of February and March, we have requested the President of India and the Home Minister, and we are happy that the Home Minister talked to the State Chief Minister recently, and also the Governor of the state summoned the Chief Minister, and after that they took some steps to approach RSS office bearers. And we have been told that Sri Arun Jaitley, Finance Minister, is going to visit Kerala on 6th. നിലവിലെ സാഹചര്യങ്ങൾ സംബന്ധിച്ച് സന്തോഷ് സർലിംഗ് വാർത്താ വിശദാംശങ്ങളുമായി ചേരുകയാണ്. സന്തോഷ്, നിലവിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ, കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചുകൊണ്ട് വ്യാപകമായ ഒരു പ്രചരണത്തിലേക്ക് പോകാൻ തന്നെയാണോ സംഘപരിവാറിന്റെ നീക്കം? അരുൺ ജെയ്റ്റ്ലി വരുന്നു, ഇനി RSS തലവനെ കേരളത്തിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ കേരളത്തിൽ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ട് എന്ന് ബോധപൂർവമായ ഒരു അജണ്ട നിശ്ചയിച്ച് മുന്നോട്ട് പോകാനുള്ള പദ്ധതികൾ അതാണോ ഇപ്പോൾ ദില്ലിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടി വരുന്നത്? ദത്താത്രേയയുടെ വാക്കുകളൊക്കെ ഇതിന് ഏത് അർത്ഥത്തിൽ ഉൾക്കൊള്ളേണ്ടി വരും? സന്തോഷ്. പ്രജീഷ്, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നീക്കമുണ്ട്. പാർലമെന്റിൽ തന്നെ ശ്രദ്ധിക്കുക, മീനാക്ഷി ലേഖി അടക്കമുള്ളവർ ആദ്യം രംഗത്ത് വരുന്നു, പിന്നീട് രാജ്യസഭയിൽ പ്രശ്നമുയർത്തുന്നു. അതിനുശേഷം ഇപ്പോൾ വളരെ നാടകീയമായി RSS തന്നെ മറനീക്കി പുറത്തു വന്നിരിക്കുന്നു. ഇന്നലെ ഡൽഹി പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ RSS ജോയിന്റ് സെക്രട്ടറി ദത്താത്രേയ ഹൊസബാല കേരളത്തിനെതിരെ നടത്തിയ അസത്യ പ്രചരണങ്ങൾ തന്നെ വ്യാപക പ്രതിഷേധം ഉയർത്തുന്നു. അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയ ആക്രമണങ്ങൾ RSS നേതാക്കൾക്കെതിരെ മാത്രം നടക്കുന്നു, പിന്നെ CPIM ഇസ്ലാമിക് ഭീകരർ, കേരളത്തിൽ ഇസ്ലാമിക് ഭീകരർ വളരുന്നു തുടങ്ങിയ സാഹചര്യങ്ങൾ ഉയർത്തി രാഷ്ട്രപതി ഭരണം കേരളത്തിൽ കൊണ്ടുവരണം, ഇതിന് രാഷ്ട്രപതിയും ഗവർണറും തീരുമാനമെടുക്കണം എന്നാണ് RSS ആവശ്യപ്പെടുന്നത്. സ്വാഭാവികം നമുക്കറിയാം, BJP അടക്കമുള്ള സംഘപരിവാറിന്റെ എല്ലാം നേതൃസ്ഥാനത്ത് RSS ആണ്. അതുകൊണ്ട് തന്നെ RSS ഇത്തരൊരു ആവശ്യം പറയുമ്പോൾ സ്വാഭാവികമായ അന്തിമ തീരുമാനമാണ്. അതിനുള്ള നീക്കങ്ങൾ അവർ നടത്തുക തന്നെ ചെയ്യും. എന്നാൽ കേരളത്തിൽ RSS BJP നേതാക്കൾ നടത്തുന്ന അഴിമതി, കള്ളനോട്ടടി തുടങ്ങിയ ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ പോലും തയ്യാറായില്ല. RSS ആക്രമണത്തിൽ CPIM പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടില്ലെന്നാണ് ആദ്യം ഈ നേതാവ് പറഞ്ഞത്. പിന്നീട് തെളിവുകൾ നിരത്തിയതോടെ പ്രവർത്തകരുടെ പ്രതികരണം മാത്രമാണ് കൊലപാതകം എന്നായിരുന്നു ദത്താത്രേയ വീണ്ടും അതിനെക്കുറിച്ച് പറഞ്ഞത്. എന്തായാലും സ്വന്തം നീക്കങ്ങളെ RSS അപലപിക്കാത്തതും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രതീക്ഷ. സന്തോഷാണ് വിശദാംശങ്ങൾ ദില്ലിയിൽ നിന്നും നൽകിയത്. സംസ്ഥാനത്തെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന RSS കേന്ദ്ര നേതൃത്വത്തിന്റെ അഭിപ്രായം സ്വപ്നം മാത്രമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതിൽ അപാകതയില്ലെന്നും എന്നാൽ രാഷ്ട്രീയ ഉദ്ദേശത്തോടെ ഇടപെട്ടാൽ പാർട്ടി ശക്തമായി ഇടപെടുമെന്നും കോടിയേരി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിട്ട് കേരളത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നത് RSSന്റെ അഭിപ്രായം സ്വപ്നം മാത്രമാണെന്നും ക്രമസമാധാന തകർച്ച ചൂണ്ടിക്കാട്ടി സർക്കാരിനെ പിരിച്ചുവിട്ടാൽ ആദ്യം പിരിച്ചുവിടേണ്ടത് പ്രതിവർഷം 4000 കൊലപാതകം നടക്കുന്ന ഉത്തർപ്രദേശ് സർക്കാരിനെയാണെന്നും കോടിയേരി ബാലകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിനെ പിരിച്ചുവിടാൻ കഴിയുമെങ്കിൽ അവർ പിരിച്ചുവിടട്ടെ. അവരുടെ കയ്യിൽ അധികാരമുണ്ടല്ലോ. നിയമസഭയിലേക്ക് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടത്തിട്ട് ആ സമയത്ത് ഇപ്പോൾ BJPക്ക് ഒരു സീറ്റുള്ളത് പോലും നഷ്ടമാവും. ഇത് രാജഗോപാലിനോട് വിരോധമുള്ള ഏതോ ആളവിടെയുണ്ട്. അയാൾ MLA ആയിട്ടിരിക്കുന്ന അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് അയാളെ ഈ സ്ഥാനത്ത് നിന്ന് എങ്ങനെയാണ് പുറത്താക്കേണ്ടത് എന്നുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ്. മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ നടത്തിയ സംഭാഷണത്തിൽ അപാകതയുള്ളതായി സംസ്ഥാന സമിതി വിലയിരുത്തിയിട്ടില്ലെന്നും കോടിയേരി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അങ്ങനെ ട്വീറ്റ് ചെയ്തത് പല മേഖലയിലും വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അത്തരമൊരു സ്ഥിതി ഒഴിവാക്കേണ്ടതായിരുന്നു അങ്ങനെയൊരു കാര്യം. മാധ്യമപ്രവർത്തകരോട് മുഖ്യമന്ത്രി അപമര്യാദയായി പെരുമാറിയെന്ന ആക്ഷേപം ശരിയല്ലെന്ന് കോടിയേരി വ്യക്തമാക്കി. കടക്ക് പുറത്ത് എന്ന് പറഞ്ഞതിന് പകരം മറ്റേതെങ്കിലും വാക്ക് ഉപയോഗിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടാവില്ലായിരുന്നോ എന്ന കോടിയേരിയുടെ കുസൃതി നിറഞ്ഞ മറുപടിയിൽ മാധ്യമപ്രവർത്തകരും ചിരിച്ചത് മഞ്ഞുരുകുന്നതിന്റെ സൂചനയായി. വേറെന്ത് വാചക പുറത്തേക്ക് വരുവിൻ എന്നാണോ? പല രീതിയിൽ പറയാം. പുറത്തേക്ക് ഒരാൾക്ക് വരുവിൻ എന്ന് വേണമെന്ന് പറയാം.
അതിന് പകരൊരു വാക്ക് നമുക്ക് ആർക്കും അന്നേരത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലല്ലോ. അങ്ങനെ ഒരു സമയത്ത് ഓരോ വാക്ക് പ്രയോഗിക്കും. അല്ല, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു വാക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ സാഹചര്യത്തിൽ അങ്ങനെ ഒരു വാക്ക് പ്രയോഗിച്ചതിൽ ഒരു തെറ്റും സംസ്ഥാന കമ്മിറ്റി കാണുന്നില്ല. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. കണ്ണൂരിൽ CPIM BJP നേതാക്കളുടെ ഉഭയകക്ഷി യോഗം അവസാനിച്ചു. കോടിയേരി ബാലകൃഷ്ണൻ, കുമ്മനം രാജശേഖരൻ അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്തു. ചർച്ച സൗഹാർദ്ദപരമെന്ന് കോടിയേരി പ്രതികരിച്ചു. വിശദാംശങ്ങളുമായി PV കുട്ടൻ ചേരുന്നു. കുട്ടൻ, ജില്ലയിലെ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉയർത്തിക്കാട്ടി സമാധാന അന്തരീക്ഷം ഒരുക്കുക, ഇതായിരുന്നു ഉഭയകക്ഷി ചർച്ചയുടെ ലക്ഷ്യം. സംസ്ഥാനത്തെ നേതാക്കൾ കുമ്മനം രാജശേഖരൻ, കോടിയേരി അടക്കമുള്ളവർ പങ്കെടുത്തു. ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന തുടർ നടപടിക്രമങ്ങൾ എന്താണ്? തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇരു പാർട്ടി നേതാക്കളുടെയും യോഗം വിളിച്ചു ചേർത്തിരുന്നു. ഈ യോഗ തീരുമാനപ്രകാരമാണ് കണ്ണൂരിൽ ഉഭയകക്ഷി ചർച്ച നടന്നത്. കണ്ണൂരിൽ രണ്ട് പാർട്ടികളുടെയും CPIM-ന്റെയും BJP-യുടെയും സംസ്ഥാന ജില്ലാ നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ചർച്ച സൗഹാർദ്ദപരമാണെന്നാണ് ഈ യോഗത്തിന് ശേഷം CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. രണ്ട് പാർട്ടികളുടെയും അണികളിലേക്ക് ഈ ചർച്ചയുടെ ധാരണ എത്തിക്കും. പ്രാദേശിക തലത്തിൽ സമാധാന യോഗങ്ങൾ ചേരാൻ ധാരണയായി എന്നും കോടിയേരി അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സമാധാനവും ശാന്തിയും ഉണ്ടാകാൻ എല്ലാ പിന്തുണയും നൽകുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനും യോഗശേഷം മാധ്യമങ്ങളെ അറിയിച്ചു. ഈ യോഗത്തിന്റെ പൊതുധാരണ കൂടുതൽ അക്രമം ഉണ്ടായ പ്രദേശങ്ങളിൽ പ്രത്യേക യോഗം വിളിക്കാൻ, ഇരു പാർട്ടികളുടെയും നേതാക്കൾ ചേർന്നുകൊണ്ടുള്ള പ്രത്യേക യോഗം വിളിക്കാനാണ് ഈ ഉഭയകക്ഷി ചർച്ചയിൽ തീരുമാനമായിരിക്കുന്നത്. ഇത് പ്രകാരം പയ്യന്നൂരിലും തലശ്ശേരിയിലുമായിരിക്കും പ്രത്യേകമായി യോഗങ്ങൾ വിളിച്ചു ചേർക്കുക. CPIM-നെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി P. ജയരാജൻ, പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TI മസൂദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ, അതുപോലെ തന്നെ BJP-യെ പ്രതിനിധീകരിച്ചുകൊണ്ട് BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ, ജില്ലാ പ്രസിഡന്റ് സത്യപ്രകാശ്, RSS നേതാവ് ഗോപാലൻകുട്ടി മാഷ് ഉൾപ്പെടെയുള്ളവരാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. സജീഷ് കുട്ടൻ, അതായത് തിരുവനന്തപുരത്ത് നേരത്തെ ചേർന്ന യോഗത്തിന് ശേഷവും തുടരാക്രമണങ്ങൾ പല രീതിയിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. അപ്പോൾ ഇന്ന് കണ്ണൂരിൽ ഉണ്ടായ യോഗത്തിലും ഇത്തരം സാഹചര്യങ്ങൾ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നുവോ? ഒരു സമാധാനം അന്തരീക്ഷത്തിലേക്ക്, ശാശ്വതമായ ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് യോഗത്തിൽ ഉയർന്നു വന്നത്? നേതാക്കൾ ഇത്തരം നിർദ്ദേശങ്ങളെ ഏതർത്ഥത്തിൽ സ്വീകരിച്ചു? പ്രജീഷ്, പ്രധാനമായും ഇപ്പോൾ ജില്ലാ തലത്തിലുള്ള യോഗം, അതായത് നേരത്തെ സംസ്ഥാന തലത്തിലുള്ള യോഗം കഴിഞ്ഞു. ജില്ലാ തലത്തിലുള്ള യോഗമാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. പതിവിൽ നിന്നും വ്യത്യസ്തമായി ഈ ജില്ലാതല യോഗത്തിൽ സംസ്ഥാനത്തെ നേതാക്കൾ തന്നെ എത്തിയെന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഇത് തന്നെ ഈ സമാധാനം ആഗ്രഹിക്കുന്ന പാർട്ടികളുടെ നേതാക്കൾ ഈ യോഗത്തിൽ എത്തിയിട്ടുണ്ട്. സംസ്ഥാന നേതാക്കൾ എത്തിയിട്ടുണ്ട്. കോടിയേരി ബാലകൃഷ്ണനും കുമ്മനം രാജശേഖരനും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ യോഗത്തിൽ എത്തിയിട്ടുണ്ട്. നേരത്തെ ഒക്കെ കണ്ണൂരിൽ വലിയ സംഘർഷങ്ങൾ നടന്നിരുന്നു. പയ്യന്നൂരിലും തലശ്ശേരിയിലും ചില പ്രദേശങ്ങളിൽ BJP-യുടെ ഭാഗത്തുനിന്ന് ഏകപക്ഷീയമായ ആക്രമണങ്ങൾ നടന്നു. ചില പ്രദേശങ്ങളിൽ ആക്രമണങ്ങൾക്ക് തിരിച്ചടികളും ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ മേഖല, പ്രത്യേകിച്ച് പയ്യന്നൂരിലും തലശ്ശേരിയിലും കേന്ദ്രീകരിച്ചുകൊണ്ട് സമാധാന യോഗങ്ങൾ വിളിച്ചു ചേർക്കാൻ വേണ്ടി ഈ യോഗത്തിൽ ധാരണയായിരിക്കുന്നത്. അതുപോലെ തന്നെ രണ്ട് പാർട്ടിയുടെ നേതാക്കളും സമാധാനത്തിന് വേണ്ടി എല്ലാ പിന്തുണയും നൽകുമെന്നാണ് ഈ യോഗത്തിൽ അറിയിച്ചിരിക്കുന്നത്. താഴെ തട്ട് വരെ യോഗങ്ങൾ, സമാധാന യോഗങ്ങൾ വിളിച്ചു ചേർക്കാനും ഈ വികാരം, പൊതുവിൽ ഈ യോഗത്തിലുണ്ടായ വികാരം അണികളെ, രണ്ട് പാർട്ടികളുടെയും താഴെ തട്ടിലുള്ള പ്രവർത്തകരെ ഉൾപ്പെടെ ബോധ്യമാക്കുന്നതിന് കൂടി വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. സജീഷ്. ശരി, PV കുട്ടനാട് വിശദാംശങ്ങൾ നൽകിയത്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെതിരെ കുറ്റപത്രം ഒരുങ്ങുന്നു. ഈ മാസം അവസാനമോ അടുത്ത മാസം ആദ്യമോ കുറ്റപത്രം സമർപ്പിച്ചേക്കും. വിശദാംശങ്ങളുമായി നികേഷ് ചേരുന്നു. നികേഷ്, അന്വേഷണ സംഘം കൃത്യമായ വിലയിരുത്തലിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി കുറ്റപത്രം എങ്ങനെയാണ് രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത്? നികേഷ്. നികേഷ്, കേൾക്കാമെങ്കിൽ. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെതിരെ കുറ്റപത്രം തയ്യാറാകുന്നു എന്നാണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ. ഈ മാസം അവസാനമോ അടുത്ത മാസം ആദ്യമോ കുറ്റപത്രം സമർപ്പിച്ചേക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിശദാംശങ്ങൾ. അന്വേഷണ സംഘം ഏറെക്കുറെ കാര്യങ്ങളൊക്കെ തന്നെ, തെളിവുകൾ, ഫാക്ച്വൽ എവിഡൻസ്, വസ്തുതാപരമായ തെളിവുകളൊക്കെ ശേഖരിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് കുറ്റപത്രം എന്ന രീതിയിലേക്ക്, ഗൂഢാലോചന അടക്കമുള്ള കാര്യത്തിൽ കുറ്റപത്രം സമർപ്പിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്.
നടിയാക്രമിച്ച കേസിൽ ദിലീപിനെതിരെ കുറ്റപത്രം ഒരുങ്ങുന്നു. ഈ മാസം അവസാനമോ അടുത്ത മാസം ആദ്യമോ കുറ്റപത്രം സമർപ്പിച്ചേക്കും. വിവരങ്ങളുമായി നികേഷ് ചേരുന്നു. നികേഷ്, വ്യക്തമായ തെളിവുകൾ ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങളിൽ കണ്ടെത്താൻ കഴിഞ്ഞ ഒരു സാഹചര്യത്തിലാണോ ഇപ്പോൾ കുറ്റപത്രത്തിലേക്ക് പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥർ കടന്നിരിക്കുന്നത്? വിശദാംശങ്ങൾ. ഗൂഢാലോചന ദിലീപിനെതിരായ ഗൂഢാലോചന കുറ്റം തെളിയിക്കുന്നതിനാവശ്യമായ തെളിവുകൾ ലഭ്യമായെന്ന പോലീസിന്റെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു കുറ്റപത്രം തയ്യാറാക്കാൻ പോലീസ് ആരംഭിച്ചിരിക്കുന്നത്. കുറ്റകരമായ ഗൂഢാലോചന, തട്ടിക്കൊണ്ടുപോകൽ, കൂട്ടമാനഭംഗം, അതോടൊപ്പം IT ആക്ട് തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് ദിലീപിനെതിരെ കുറ്റപത്രം ഒരുങ്ങുന്നത്. 20 വർഷം വരെ തടവ് ശിക്ഷയോ അതിനപ്പുറമുള്ള ശിക്ഷയോ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇത്. ഈ കേസിൽ നിലവിൽ 13 പ്രതികളാണുള്ളത്. ഈ കുറ്റകൃത്യം നടത്തിയ പൾസർ സുനിയെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് അങ്കമാലി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് ആദ്യ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ഈ അനുബന്ധ കുറ്റപത്രത്തിൽ ദിലീപ് രണ്ടാം പ്രതിയാകും. 2 കുറ്റപത്രങ്ങളും ഒരുമിച്ചാകും കേസിൽ വിചാരണ നടക്കുക. അതോടൊപ്പം തന്നെ ഈ കേസിൽ മറ്റു ചിലരെ കൂടി പ്രതി ചേർക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും കേസിൽ ജയിലിൽ ഫോൺ ഉപയോഗിച്ച കേസിൽ അറസ്റ്റിലായി റിമാൻഡിലുള്ള മേസ്ത്രി സുനി, വിഷ്ണു, വിപിൻലാല്, അതോടൊപ്പം തന്നെ ഈ ഇർഫാൻ തുടങ്ങിയവരും ഈ കേസിൽ പ്രതികളാവാൻ സാധ്യതയുണ്ട്. 90 ദിവസത്തിനകം ഇത്തരത്തിൽ കുറ്റപത്രം സമർപ്പിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചാൽ ഈ കേസിലെ പ്രതികൾക്ക് ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ല. പ്രത്യേകിച്ചും ദിലീപിന്റെ ഒരു ജാമ്യ ഹർജി ഹൈക്കോടതിയിൽ വരാൻ സാധ്യതയുണ്ട്. മുതിർന്ന ക്രിമിനൽ അഭിഭാഷകനായ B. രാംകുമാർ മുഖേനയാണ് ദിലീപ് ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസിൽ പൾസർ സുനിയുടെ ആദ്യ അഭിഭാഷകനായ പ്രതീഷ് ചാക്കോ, അതോടൊപ്പം തന്നെ പ്രതീഷ് ചാക്കോയുടെ ജൂനിയർ രാജു ജോസഫ് എന്നിവരെയും പ്രതി ചേർത്തിട്ടുണ്ട്. ഈ കേസിലെ പ്രധാന തെളിവായ മൊബൈൽ ഫോൺ ഇതുവരെ ലഭ്യമായിട്ടില്ല. അത്തരത്തിലുള്ള ഒരു അന്വേഷണം കൂടി പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നാദിർഷ, അതോടൊപ്പം തന്നെ ദിലീപിന്റെ മാനേജർ അപ്പുണ്ണി എന്നിവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. തെളിവുകളും മൊഴികളും ലഭിക്കുകയാണെങ്കിൽ ഈ കേസിൽ ഇരുവരെയും പ്രതി ചേർക്കാൻ സാധ്യതയുണ്ട്. അതായത് ഈ മാസം അവസാനമോ അടുത്ത മാസം ആദ്യമോ കുറ്റപത്രം സമർപ്പിക്കാവുന്ന രീതിയിലാണ് അന്വേഷണം. നികേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇന്ത്യയുടെ പുതിയ ഉപരാഷ്ട്രപതി ആരെന്ന് ഇന്നറിയാം. ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു. വൈകുന്നേരം 5 മണിക്ക് വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കും. NDA സ്ഥാനാർത്ഥിയെ BJP നേതാവ് വെങ്കയ്യ നായിഡുവും പ്രതിപക്ഷ പാർട്ടി സ്ഥാനാർത്ഥിയായി ഗാന്ധിജിയുടെ പൗത്രൻ ഗോപാലകൃഷ്ണ ഗാന്ധിയും മത്സരിക്കുന്നുണ്ട്. വിവരങ്ങളുമായി M. സന്തോഷ് ചേരുന്നു. സന്തോഷ്, വോട്ടെടുപ്പിന്റെ വിശദാംശങ്ങൾ. പ്രജീഷ്, പാർലമെന്റ് ഹൗസിൽ രാവിലെ 10 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള പ്രമുഖരെല്ലാം തന്നെയും രാവിലെ തന്നെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തി. വൈകുന്നേരം 5 മണിവരെയാണ് വോട്ടെടുപ്പ്. വോട്ടെടുപ്പ് പൂർത്തിയായാൽ ഉടൻ തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കുകയും ചെയ്യും. 7 മണിയോടുകൂടി ഔദ്യോഗിക ഫലപ്രഖ്യാപനമുണ്ടാകും. NDAയുടെ സ്ഥാനാർത്ഥി വെങ്കയ്യ നായിഡുവും അതോടൊപ്പം തന്നെ പ്രതിപക്ഷം രംഗത്തിറക്കിയിരിക്കുന്ന ഗാന്ധിജിയുടെ ചെറുമകൻ ഗോപാലകൃഷ്ണ ഗാന്ധിയും തമ്മിലാണ് പ്രധാനമായും മത്സരം. 790 അംഗങ്ങൾ, അതായത് പാർലമെന്റിന്റെ ഇരുസഭയിലെയും അംഗങ്ങൾ ഉൾപ്പെട്ട ഇലക്ട്രൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പിൽ വെങ്കയ്യ നായിഡുവിന്റെ വിജയം ഉറപ്പാണ്. കാരണം വിജയിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം NDAക്ക് ഇപ്പോൾ തന്നെ ഉണ്ട്. NDA സഖ്യകക്ഷികളെ കൂടാതെ YSR കോൺഗ്രസ്, അതോടൊപ്പം തന്നെ തെലുങ്കാന രാഷ്ട്രീയ സമിതി, AIADMK ഈ പാർട്ടികൾ NDA സ്ഥാനാർത്ഥിക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥി രാംനാഥ് കോവിന്ദിനെ പിന്തുണച്ച JDU ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ഗോപാലകൃഷ്ണ ഗാന്ധിയെയാണ് പിന്തുണയ്ക്കുന്നത്. ഏതായാലും ഈ തിരഞ്ഞെടുപ്പിൽ വലിയ അത്ഭുതങ്ങളൊന്നും തന്നെ സംഭവിക്കാനില്ല. പകുതിയിലധികം അംഗങ്ങളുടെ പിന്തുണ നേടുന്ന സ്ഥാനാർത്ഥിക്കാണ് വിജയിക്കാൻ കഴിയുക. 395 അംഗങ്ങളുടെ പിന്തുണയാണ് വിജയിക്കാൻ ആവശ്യമായിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ 480ലധികം അംഗങ്ങളുടെ പിന്തുണ NDA സഖ്യകക്ഷികളുടെയും അവരെ പിന്തുണയ്ക്കുന്ന NDAക്ക് പുറത്തുള്ള കക്ഷികളുടെയും അംഗബലമുണ്ട്. അതുകൊണ്ട് തന്നെ വെങ്കയ്യ നായിഡുവിന്റെ വിജയം ഏതാണ്ട് ഉറപ്പാണ്. 7 മണിയോടുകൂടി ഇന്ത്യയുടെ 13ാമത് ഉപരാഷ്ട്രപതി ആരാണ് എന്നുള്ള കാര്യം വ്യക്തമാകും. പ്രജീഷ്, ശരി. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന നിലയാണ് സ്വീകരിച്ചത്. അതിൽ കൂടുതൽ സംഭവങ്ങളുണ്ടായ പയ്യന്നൂരും
തലശ്ശേരി പ്രദേശത്തുമാണ് ദൗർഭാഗ്യകരമായ കുറേ സംഭവങ്ങൾ കഴിഞ്ഞ സർവകക്ഷി യോഗത്തിന് ശേഷമുണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം സംഭവങ്ങൾ നടന്ന സ്ഥലത്ത് സമാധാനം പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ ഇടപെടൽ രണ്ട് പാർട്ടികളുടെയും നേതാക്കന്മാർ നടത്തണമെന്നാണ് ഇന്നത്തെ യോഗത്തിലുണ്ടായിട്ടുള്ള ഒരു തീരുമാനം. പയ്യന്നൂരിലും രണ്ട് പാർട്ടികളുടെയും നേതാക്കന്മാർ ഇതേപോലെ ഇരുന്നൊരു ഉഭയകക്ഷി ചർച്ച നടത്തി അവിടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഉള്ള ഇടപെടൽ നടത്തണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. തലശ്ശേരിയിലും ഒരു യോഗം നടത്തി സമാധാനം പുനഃസ്ഥാപിക്കാൻ രണ്ട് പാർട്ടികളുടെ നേതൃത്വം തന്നെ ആദ്യം ഒന്ന് ഇടപെടണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനെ തുടർന്ന് സർക്കാർ തലത്തിൽ ഉള്ള സംവിധാനം എങ്ങനെ വേണം എന്നതിനെ സംബന്ധിച്ച് സർക്കാർ ആവശ്യമായ തീരുമാനമെടുക്കാൻ ജില്ലാ കളക്ടറുടെ മുമ്പിലും പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നാളെ തിരുവനന്തപുരത്ത് ചേരുന്ന മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിട്ടുള്ള സർവകക്ഷി യോഗത്തിൽ തീരുമാനത്തിന് ശേഷം കണ്ണൂർ ജില്ലയിൽ ഗവൺമെൻറ് തലത്തിലൊരു ഇടപെടൽ എങ്ങനെ വേണമെന്നുള്ളത് തീരുമാനിക്കുന്നതാണ്. ആ യോഗത്തിൽ മറ്റ് കാര്യങ്ങൾ രണ്ട് ഭാഗത്തു നിന്നും അവതരിപ്പിക്കാം എന്നാണ് ഇന്നത്തെ യോഗത്തിൻ്റെ തീരുമാനം. പൊതുവിൽ ജില്ലയിൽ സമാധാനം പുനഃസ്ഥാപിക്കണം. എവിടെയെങ്കിലും സംഭവങ്ങൾ ഉണ്ടായാൽ ആ സംഭവങ്ങളുടെ പേരിൽ തുടർന്ന് സംഭവങ്ങൾ ഉണ്ടാക്കുന്നതിനല്ല ശ്രമിക്കേണ്ടത്, സംസാരിച്ച് തീർക്കുന്നതിനാണ് ശ്രമിക്കേണ്ടത്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. CPIM-നെ സംബന്ധിച്ച് ഞങ്ങൾ ഇന്നലെ സംസ്ഥാന കമ്മിറ്റി ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. CPIM പ്രവർത്തകന്മാർ ഒരു സ്ഥലത്തും അക്രമ സംഭവങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല. ഒരു തരത്തിലുള്ള അക്രമത്തിലും മുൻകൈയെടുക്കാൻ പാടില്ല എന്നുള്ള കർശനമായ സമീപനമാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതിന് വ്യത്യസ്തമായ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല. ഇക്കാര്യം പാർട്ടി ഉടനീളം റിപ്പോർട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. BJP-യുടെ അവരും സംസാരിച്ചപ്പോൾ അവർ ഈ തീരുമാനം കീഴേ തലത്തിൽ റിപ്പോർട്ട് ചെയ്ത് അവരുടെ അണികളെ ബോധ്യപ്പെടുത്താനുള്ള പരിശ്രമം അവരും നടത്തും. ഒരു 10 ദിവസം കൊണ്ട് രണ്ട് പാർട്ടികളുടെയും അണികൾക്കിടയിലേക്ക് ഈ ധാരണ എത്തിക്കാനുള്ള ശ്രമം നടത്തണം എന്നാണ് ഇന്നത്തെ യോഗമെടുത്തിരിക്കുന്ന തീരുമാനം. നേരത്തെ സർവകക്ഷി യോഗത്തിൽ തീരുമാനം എടുത്തപ്പോഴും തലശ്ശേരിയിലും പയ്യന്നൂരും ഒക്കെ ഇത് ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതും അത്തരത്തിൽ തന്നെ നടപടികൾക്ക് സാധ്യതയുണ്ട്. ഇത്തരം ലംഘിക്കപ്പെട്ടത് കൊണ്ടല്ലേ വീണ്ടും ചർച്ച നടത്തേണ്ടി വന്നത്. അപ്പോൾ ഇനി അത് പരിശോധിച്ച് എന്താണ് സംഭവിച്ചെന്ന് പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള തിരുത്തൽ നടപടി സ്വീകരിക്കും. പയ്യന്നൂരിൽ എന്നായിരിക്കും യോഗം ചെയ്യുക? പയ്യന്നൂരിൽ പ്രാദേശികമായി യോഗം ചെയ്യുമെന്ന് പറഞ്ഞത് ഡേറ്റ് അങ്ങനെ എന്തെങ്കിലും ആരൊക്കെ പങ്കെടുക്കും? 11-ാം തീയതി അവിടെ യോഗം നടക്കും പയ്യന്നൂരിലെ യോഗത്തിൽ CPM-ൻ്റെ ഭാഗത്ത് നിന്ന് ജില്ലാ സെക്രട്ടറി P. ജയരാജനും മറ്റ് ജില്ലാ നേതാക്കന്മാരും പങ്കെടുക്കും. RSS-ൻ്റെയും BJP-യുടെയും ജില്ലാ നേതാക്കന്മാരെ അവരും പങ്കെടുപ്പിക്കും. മിസോറാം ധനമന്ത്രിയുമായി ലോട്ടറി വിഷയത്തിൽ ചർച്ച നടത്തുമെന്ന് തോമസ് ഐസക്. കേരളത്തിൽ ലോട്ടറി വിൽക്കില്ലെന്ന് മിസോറാം അറിയിച്ചെന്നും ധനമന്ത്രി പറഞ്ഞു. മിസോറാം ലോട്ടറി സംബന്ധിച്ച് ആ സർക്കാരിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ നേരിട്ട് ലഭിച്ചിട്ടില്ല. മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടാണ് എൻ്റെയും പ്രതികരണത്തിന് അടിസ്ഥാനം. എന്നാൽ അതിൽ വിഷ്വലുണ്ട്, കൃത്യമായിട്ടും മന്ത്രി പറയുന്നു. അതിനെ കേരളം പൂർണ്ണമായിട്ടും സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിലെ സർക്കാരിൻ്റെ ശക്തമായ പ്രതിഷേധം കണക്കിലെടുത്ത് കേരളത്തിൽ ലോട്ടറി വിൽക്കുന്നതിന് തയ്യാറാവുന്നില്ലെന്ന് മിസോറാം ധനമന്ത്രി പറഞ്ഞത്. GST കൗൺസിലിലെ ഇന്നത്തെ യോഗത്തിൽ നിശ്ചയമായിട്ട് അദ്ദേഹത്തെ കാണും. കേരളത്തിൻ്റെ നന്ദി അറിയിക്കും. അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യും. CPM സംസ്ഥാന സമ്മേളനം തൃശ്ശൂരിൽ വെച്ച് നടത്താൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗം തീരുമാനിച്ചു. ഫെബ്രുവരി 22 മുതൽ 25 വരെയാണ് സംസ്ഥാന സമ്മേളനം നടക്കുക. 22ാം പാർട്ടി കോൺഗ്രസിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് സെപ്റ്റംബർ 15-ന് തുടക്കമാകും. ഹൈദരാബാദിൽ നടക്കുന്ന 22ാം പാർട്ടി കോൺഗ്രസ് മുന്നോടിയായിട്ടാണ് കേരള സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. ഫെബ്രുവരി 22 മുതൽ 25 വരെ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് തൃശ്ശൂരാവും വേദിയാവുക. സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ബ്രാഞ്ച് മുതലുള്ള സമ്മേളനങ്ങൾ സെപ്റ്റംബർ മാസം മുതൽ ആരംഭിക്കും. സെപ്റ്റംബർ 15 മുതൽ ആരംഭിക്കുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഒരു മാസം നീണ്ടു നിൽക്കും. നവംബർ 15 മുതൽ ഏരിയ സമ്മേളനങ്ങൾ നടക്കും. ഡിസംബർ 26-ാം തീയതി തൃശ്ശൂർ, വയനാട് ജില്ലാ സമ്മേളനങ്ങളോടെയാണ് ജില്ലാ സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിക്കപ്പെടുന്നത്. കാസർഗോഡ്, പത്തനംതിട്ട ഡിസംബർ 29, 30, 31. കോഴിക്കോട്, കോട്ടയം ജനുവരി 2, 3, 4. കൊല്ലം, മലപ്പുറം ജനുവരി 5, 6, 7. ഇടുക്കി, പാലക്കാട്
ജനുവരി 8, 9, 10, തിരുവനന്തപുരം, ആലപ്പുഴ ജനുവരി 13, 14, 15, എറണാകുളം ജനുവരി 16, 17, 18, കണ്ണൂർ ജനുവരി 19, 20, 21. പാർട്ടി കമ്മിറ്റികളിൽ യുവാക്കൾക്കും വനിതകൾക്കും പ്രാതിനിധ്യമുണ്ടാവും. സാമൂഹ്യ ഘടനയ്ക്ക് അനുസൃതമായിട്ടാവണം പാർട്ടി കമ്മിറ്റികളിലെ പ്രാതിനിധ്യം തീരുമാനിക്കേണ്ടത്. 3 ടൈം കാലാവധി പൂർത്തിയാക്കിയ മുഴുവൻ സെക്രട്ടറിമാരും സ്ഥാനമൊഴിയും. സമ്മേളനങ്ങളോടനുബന്ധിച്ച് വോളണ്ടിയർ മാർച്ചും സെമിനാറും പ്രകടനവും പൊതുസമ്മേളനവും കലാകായിക മത്സരങ്ങളും ഉണ്ടാവും. കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ ഓഗസ്റ്റ് 26-ന് 2000 കേന്ദ്രങ്ങളിലായി ബഹുജന കൂട്ടായ്മ സംഘടിപ്പിക്കും. സെപ്റ്റംബർ 21 മുതൽ 24 വരെ ലോക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ പങ്കെടുക്കുന്ന സമ്മേളനം കൊച്ചിയിൽ നടക്കും. ഓഗസ്റ്റ് 29-ന് നയനാർ അക്കാദമിക്ക് വേണ്ടി സംസ്ഥാന വ്യാപകമായി ബക്കറ്റ് കളക്ഷൻ നടത്താനും പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.